ആഹാ, ഈ മീൻകറിയിലെ പച്ചമുളകിൻ്റെയും വേപ്പിലയുടെയൊക്കെയുള്ള ആ മണമുണ്ടല്ലോ. വാവ്. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. പലതരം റോസ്റ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ഫിഷ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. ബീഫ് റോസ്റ്റ്, അതുപോലെ പോർക്ക് റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ്, എഗ് റോസ്റ്റ്, മറ്റേ കോളിഫ്ലവർ കൊണ്ട് റോസ്റ്റ്, സോയ ചങ്ക്സ് കൊണ്ട് റോസ്റ്റ്, ഇങ്ങനെയൊക്കെ പലതും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഫിഷ് കൊണ്ട് റോസ്റ്റാണ് ഇന്നുണ്ടാകും. നമ്മൾ ചട്ടി അടുപ്പിച്ചു, ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് കടുക്, കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ പെരിഞ്ചീരകം, ഒരു വേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളി. ഇത്രയും ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കാം. അധികമൊന്നും വേണ്ട. അതിൻ്റെ ആ ഒരു രസം, അതിൻ്റെ ഒരു എസൻസ് ആ എണ്ണയിലൊന്ന് ചേർക്കുന്നേ ഉള്ളൂ. അതിനുശേഷം ഒരു 10-15 ചെറിയ ഉള്ളി 15 ആക്കണമെന്നില്ലാട്ടോ. എനിക്ക് എത്ര പറ്റുമോ അത്രയും ചെയ്യാം. എനിക്ക് ഈ ഉള്ളി ചോറുകളുണ്ടാക്കിയ ഒരു പരിപാടി ആയതുകൊണ്ടാണ് അത് 15 വെച്ചത്. ഈ ചെറിയ ഉള്ളി എത്ര വേണമെങ്കിൽ നമുക്കിടാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കുക. അത് പെട്ടെന്ന് മുരിഞ്ഞ് വരാനായിട്ട് അതിലേക്ക് 1 സ്പൂണ് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ആ ഉള്ളി ഒന്ന് നിറം മാറാൻ മതി. അല്ലാതെ അത് ബ്രൗണൊന്നും ആകണ്ട, നിറം മാറുമെന്ന് എടുക്കാം. ഉള്ളി ചെറുതായിട്ട് കളർ മാറി തുടങ്ങി. അതിൻ്റെ മുരിയിൽ കൂടി കളർ മാറാൻ തുടങ്ങിയ ആ ഒരു സ്റ്റേജിൽ ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി സ്ക്വയറായിട്ട് ഇതിനകത്ത് ചേർക്കാം. തക്കാളിയിൽ നിന്ന് കുറച്ച് വെള്ളം തക്കാളിയിട്ട് നന്നായി നിറച്ചതിന് ശേഷം ഇത് അടച്ചു. തക്കാളി വല്ലാതെ വെന്തരിയൊന്നും വേണ്ട. ഒന്ന് അതിൻ്റെ പുറത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് ചൂടായാൽ മതി. അത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഇതിലാദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, നന്നായിട്ടൊന്ന് ഇളക്കുക. രണ്ടാമത് 1 സ്പൂണോളം മല്ലിപ്പൊടി, മല്ലിപ്പൊടി നന്നായി മൂക്കണം, എന്നാലേ അതിൽ സ്വാദ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കാം. എപ്പോഴും മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നന്നായി ഇളക്കാൻ ശ്രദ്ധിക്കുക. കാരണം മല്ലിപ്പൊടി മൂക്കാൻ കുറച്ച് സമയമെടുക്കും.
നന്നായി മൂക്കുക. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. ഒരു 1.5 സ്പൂണോളം മുളക് പൊടി, മുളക് പൊടി പരിപാലന അവസാനം ഇട്ടാൽ മതി. കാരണം പെട്ടെന്ന് മൂക്കുന്ന ഒരു സാധനമാണ് മുളക്. അപ്പം അതുകൊണ്ട് അവസാനം മുളക് പൊടി ഇടാൻ ശ്രദ്ധിക്കുക. നന്നായി ഒന്ന് ഇളക്കി പൊടികളെല്ലാം മൂത്ത് അതിന് മണമൊക്കെ വന്നു തുടങ്ങി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കപ്പ് വെള്ളം, അതിൽ പുളി ചേർത്തിട്ടുള്ള വെള്ളമാണ്, പുളിവെള്ളമാണ്, വെറും വെള്ളമല്ല. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി 1 കപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ആ പുളി പിഴിഞ്ഞെടുക്കുന്നതാണ്. കുടംപുളിയല്ല, വാളംപുളിയാണ്. ഇനി അത് തിളച്ച് വരണം. അടച്ചു പോയി നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മീനിടാം. തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വരും. ഞാനിവിടെ നമ്മുടെ കഴിഞ്ഞ ദിവസം വറുക്കാനൊക്കെ എടുത്തിട്ടുള്ള കേരമീൻ്റെ തലയും അതുപോലെ തന്നെ വാലുമാണ് ഈ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ മീനൊക്കെ ഈ വെള്ളത്തിൽ, ഈ പുളിയൊക്കെ പിഴിഞ്ഞിട്ടുള്ള വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് മറിച്ചിടുക. രണ്ട് സൈഡിലും ആ പുളിവെള്ളമൊക്കെ ഒന്ന് പിടിക്കും. ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ചെയ്യുക. ഒരു 10 മിനിറ്റിൽ മീൻ നന്നായിട്ട് വരും. ഒന്നുകൂടി തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കണം. തിളച്ച് വന്നിട്ട് വരാം. മീനൊക്കെ ഒന്ന് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം, ഇപ്പോൾ ഈ കാണുന്ന വെള്ളം നമുക്കൊന്ന് വറ്റിക്കണം. തീ ഒന്ന് അല്പം കൂട്ടി വയ്ക്കുക. എന്നിട്ട് അടയ്ക്കാതെ തുറന്ന് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് വറ്റി കിട്ടും. മീനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ വെള്ളം വറ്റുക എന്നുള്ളതാണ്. വെള്ളം വറ്റിക്കാനായിട്ട് തീ കൂട്ടി വയ്ക്കാം. വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ വറ്റിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച്. ഞാൻ അധികം വറ്റിക്കുന്നില്ല. കാരണം ഞാൻ ഉപയോഗിക്കുന്ന ചോറിന് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ചാറുണ്ടാവണം. അതുകൊണ്ട് ആണ് ഞാൻ പൂർണ്ണമായിട്ടും വറ്റിക്കാത്ത. വേണമെങ്കിൽ പൂർണ്ണമായിട്ടും ഒന്നുകൂടി വറ്റിച്ച് എടുക്കും. സാധാരണ ഈ എന്താ പറയുക, തെക്കൻ ജില്ലകളിലേക്കൊക്കെ മീൻ പറ്റിച്ചത് എന്നൊക്കെ പറയും. നമ്മളിവിടെ ആരും പറ്റിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് നോർമൽ റോസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില, ഒരു 2 പച്ചമുളക് ചീന്തി, ഇത്രയും ഇതിനകത്തേക്ക് ഇടുന്നു. തീ ഓഫ് ചെയ്യുന്നു. ഇരുന്ന് മൺചട്ടിയിലായതുകൊണ്ട് ആ ചൂട് അതേപോലെ നിൽക്കും. കുറച്ചുകൂടി ഒന്ന് വച്ചൂടോ.